ഹലോ വെൽക്കം ബാക്ക്. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റായ ബോൺസ് ഓഫ് ലൈഫിലെ ദ 7 ഏജസ് ഓഫ് മാൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം. വീഡിയോ കാണുന്ന 90% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ നൽകുന്ന പിന്തുണയും സഹകരണവുമാണ് ഇനിയുള്ള വീഡിയോകൾ ചെയ്യുവാൻ എനിക്ക് പ്രചോദനം നൽകുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. നമുക്ക് വായിച്ച് ആസ്വദിക്കാം. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡർ. ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു. പ്രായമാകും തോറും നമ്മൾ വ്യത്യസ്ത വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഡു യു എഗ്രി? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? നിങ്ങൾ എന്തൊക്കെ വേഷങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്? വാട്ട് സ്റ്റേജ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ? ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് എന്ന് ഓർത്തു നോക്കൂ. ലെറ്റ്സ് സീ ഹൗ ഷേക്സ്പിയർ ഡിസ്ക്രൈബ്സ് ദ ജേണി ഓഫ് ലൈഫ്. ജീവിതയാത്രയെ ഷേക്സ്പിയർ എങ്ങനെയാണ് വിവരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ 7 ഏജസ് ഓഫ് മാൻ. മനുഷ്യൻ്റെ 7 അവസ്ഥകൾ അല്ലെങ്കിൽ 7 പ്രായങ്ങൾ. ദ 7 ഏജസ് ഓഫ് മാൻ ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം വില്യം ഷേക്സ്പിയേഴ്സ് വെൽ നോൺ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. ദ 7 ഏജസ് ഓഫ് മാൻ വില്യം ഷേക്സ്പിയറിൻ്റെ സുപ്രസിദ്ധമായ നാടകമായ ആസ് യു ലൈക്ക് ഇറ്റിൽ നിന്നുള്ള ഭാഗമാണ്. നമുക്ക് ഓഥറിനെ കുറിച്ചൊന്ന് നോക്കാം. വില്യം ഷേക്സ്പിയർ വാസ് എൻ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്, poet and actor, widely regarded as one of the greatest writers of the world. ലോകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായി അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് നാടകകൃത്തും കവിയും നടനുമായിരുന്നു വില്യം ഷേക്സ്പിയർ. ഹീ ഈസ് നോൺ ആസ് ദ ബാർഡ് ഓഫ് ഏവൻ. അദ്ദേഹം ബാർഡ് ഓഫ് ഏവൻ എന്നറിയപ്പെടുന്നു. ഹിസ് വർക്ക്സ് ഇൻക്ലൂഡഡ് 37 plays, 154 sonnets and 2 long narrative poems. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ 37 നാടകങ്ങളും 154 സോണറ്റുകളും 2 നീണ്ട ആഖ്യാന കവിതകളും ഉൾപ്പെടുന്നു. ഹിസ് പ്ലേസ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു every major living language and have been performed all over the world. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുകയും ലോകമെമ്പാടും അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദ ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയർ ഹാവ് സ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങൾ കാലത്തെ അതിജീവിച്ചവയാണ്. ഓൾ ദി വേൾഡ്സ് എ സ്റ്റേജ്. ലോകം ഒരു നാടകവേദിയാണ്. ആൻഡ് ഓൾ ദി മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ അഭിനയിക്കുന്ന വെറും നടന്മാർ മാത്രമാണ്. ദേ ഹാവ് ദെയർ എക്സിസ്റ്റ് ആൻഡ് ദെയർ എൻട്രൻസസ്. ഓരോരുത്തർക്കും ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും അതിൽ നിന്ന് പോകാനും അവസരങ്ങളുണ്ട്. ഇവിടെ ജനനത്തിനെയും മരണത്തിനെയുമാണ് കവി ഉദ്ദേശിക്കുന്നത്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് പല വേഷങ്ങൾ കെട്ടുന്നു, വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നു. ഹിസ് ആക്ട്സ് ബീയിങ് 7 ഏജസ്. ആ ജീവിതം 7 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. അറ്റ് ഫസ്റ്റ് ദ ഇൻഫൻറ്റ് മ്യൂളിങ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നേഴ്സസ് ആംസ്. ആദ്യമായി ശിശു നേഴ്സിൻ്റെ കൈകളിൽ കിടന്ന് കരയുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് with his satchel and shining morning face, creeping like snail unwillingly to school. പിന്നീട് പരാതി പറയുന്ന സ്കൂൾ വിദ്യാർത്ഥി. അവൻ ബാഗും തൂക്കി തിളങ്ങുന്ന മുഖവുമായി സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാതെ ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്നു. ഇവിടെ ഷേക്സ്പിയർ ജീവിതത്തെ ഒരു നാടകവുമായി താരതമ്യപ്പെടുത്തുകയും മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ദാർശനികമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ആൻഡ് ദെൻ ദ ലവർ സേയിങ് ലൈക്ക് ഫർണസ് വിത്ത് എ വോഫുൾ ബാലഡ് മേഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. പിന്നീട് കാമുകൻ ഒരു ചൂളയിൽ നിന്നെന്ന പോലെ നെടുവീർപ്പിട്ടുകൊണ്ട് തൻ്റെ കാമുകയുടെ പുരുകത്തെക്കുറിച്ച് ദുഃഖകരമായ ഒരു ബല്ലാഡ് ഗാനം രചിക്കുന്നു. ദെൻ എ സോൾജിയർ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്സ് ആൻഡ് ബിയർഡ് ലൈക്ക് ദ പാർട്ട്
jealous in honor, sudden and quick in quarrel, seeking the bubble reputation, even in the cannon's mouth. പിന്നെ ഒരു സൈനികൻ, വിചിത്രമായ പ്രതിജ്ഞകൾ നിറഞ്ഞവൻ, പുള്ളിപ്പുലിയെപ്പോലെ മീശയുള്ളവൻ, അഭിമാനത്തിൻ്റെ കാര്യത്തിൽ അസൂയാലുവും പെട്ടെന്ന് കലഹിക്കുന്നവനും, പീരങ്കിയുടെ മുന്നിൽ പോലും മരണത്തെ പോലും വകവയ്ക്കാത്ത ഒരു കുമിള പോലെ നശിച്ചു പോകുന്ന കീർത്തിക്ക് വേണ്ടി അവൻ അലയുന്നു. ദ ലവർ, സൈങ് ലൈക്ക് ഫർണസ്, ഒരു ചൂളയിൽ നിന്ന് എന്ന പോലെ നെടുവീർപ്പിടുന്നു. ഈ പ്രയോഗം ഒരു യുവകാമുകൻ്റെ തീവ്രവും നാടകീയവും അല്പം അതിശയോക്തി കലർന്നതുമായ വൈകാരിക അവസ്ഥയെ കൃത്യമായി കാണിക്കുന്നു. മേ ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ, കാമുകിയുടെ പുരുകത്തെക്കുറിച്ച് രചിക്കുന്നു. ഇത് അവൻ്റെ കവിതയുടെ നിസാരമായ അല്ലെങ്കിൽ അതിരുകടന്ന റൊമാൻറ്റിക് സ്വഭാവത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ദ സോൾജിയർ, സൈനികൻ്റെ പ്രധാന സ്വഭാവ സവിശേഷതകളെയാണ് ഇവിടെ കാണിക്കുന്നത്. ബിയേഡ് ലൈക്ക് ദ പാർട്ട്, പുള്ളിപ്പുലിയെ പോലെയുള്ള മീശ. ഇത് അവൻ്റെ രൗദ്രവും വന്യവുമായ രൂപത്തെ ഊന്നി പറയുന്നു. കാനൻസ് മൗത്ത് എന്നത് ഒരു മെറ്റഫറാണ്. യുദ്ധക്കളത്തിൽ പീരങ്കിയുടെ മുന്നിൽ നിൽക്കുക എന്ന് വെച്ചാൽ അത്യധികം അപകടവും മരണസാധ്യതയുമുള്ള സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. ഒരു സൈനികൻ തൻ്റെ കീർത്തിക്കും റെപ്യൂട്ടേഷൻ, അഭിമാനത്തിനും വേണ്ടി മരണം വരെ മുന്നിൽ കണ്ട് പോരാടാൻ തയ്യാറാണ് എന്നതാണ് ഇതിലൂടെ ഷേക്സ്പിയർ അർത്ഥമാക്കുന്നത്. ഇത് സൈനികൻ്റെ ധീരതയെയും അതേസമയം തന്നെ അവൻ്റെ പ്രശസ്തി ഒരു കുമിള പോലെ, ബബിൾ പോലെ എത്ര വേഗത്തിൽ അപ്രത്യക്ഷമായേക്കാമെന്നും സൂചിപ്പിക്കുന്നു. ആൻഡ് ദെൻ ദ ജസ്റ്റിസ്, ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് കേപ്പ് ആൻഡ് ലൈൻഡ്, വിത്ത് ഐസ് സിവിയർ ആൻഡ് ബിയർഡ് ഓഫ് ഫോർമൽ കട്ട്, ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്, ആൻഡ് സോ ഹി പ്ലേസ് ഹിസ് പാർട്ട്. ശേഷം ന്യായാധിപൻ ജസ്റ്റിസ് വരുന്നു. ഇവിടെ ജസ്റ്റിസിനെ ഒരു ബുദ്ധിയുള്ള ആളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നല്ല ഭക്ഷണവും സുഖസൗകര്യങ്ങളും കൊണ്ട് തടിച്ച വയറുമായി അദ്ദേഹം എത്തുന്നു. ഗൗരവമേറിയ കണ്ണുകളും കൃത്യമായി വെട്ടിയ താടിയും അദ്ദേഹത്തിനുണ്ട്. തൻ്റേതായ അനുഭവ സമ്പത്തിൽ നിന്നുള്ള പഴഞ്ചൊല്ലുകളും ഉദാഹരണങ്ങളും കൊണ്ട് അദ്ദേഹം സമ്പന്നനാണ്. അങ്ങനെ അദ്ദേഹം ജീവിതമെന്ന നാടകത്തിൽ തൻ്റെ വേഷം അഭിനയിക്കുന്നു. വരികളിൽ ജസ്റ്റിസ് അഥവാ ന്യായാധിപനെ ചിത്രീകരിക്കുന്നത് ബുദ്ധിയുള്ള അനുഭവസമ്പന്നനായ ഒരു വ്യക്തിയായാണ്. ഫുൾ ഓഫ് വൈസ് സോസ്, അദ്ദേഹം വൈസ് സോസ് അഥവാ പഴഞ്ചൊല്ലുകളാലും ജ്ഞാനമുള്ള വചനങ്ങളാലും നിറഞ്ഞവനാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് ഇദ്ദേഹത്തിനുണ്ടെന്ന് ഇത് കാണിച്ചു തരുന്നു. ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്, അദ്ദേഹം കേവലം പഴയ കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത്, മറിച്ച് വർത്തമാനകാലത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളും നൽകുന്നുണ്ട്. കാലത്തിനനുസരിച്ചുള്ള അറിവും അനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ, അലസമായ യൗവനത്തിന് ശേഷം ജീവിതത്തിൻ്റെ ഗൗരവവും അർത്ഥവും മനസ്സിലാക്കിയ പക്വതയുള്ള ഒരു മനുഷ്യൻ്റെ പ്രതിനിധിയാണ് ഈ ജസ്റ്റിസ്. ദ സിക്സ്ത് ഏജ് ഷിഫ്റ്റ്സ് ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ with spectacles on nose and pouch on side, his youthful horse well saved, a world too wide for his shrunk shank, and his big manly voice turning again toward childish trouble, pipes and whistles in his sound. ജീവിതത്തിലെ ആറാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് ഒരു വൃദ്ധൻ്റെ വേഷത്തിലാണ്. മെലിഞ്ഞ ശരീരവും വീട്ടിൽ ഉപയോഗിക്കുന്ന തരം ചെരുപ്പുകളും ധരിച്ച, കയ്യിലൊരു സഞ്ചിയുമായി നടക്കുന്ന, കണ്ണട വെച്ച ഒരു വയോധികനായി അവൻ മാറുന്നു. ചെറുപ്പകാലത്ത് പാകമായിരുന്ന വസ്ത്രങ്ങൾ ഇപ്പോൾ അവൻ്റെ മെലിഞ്ഞ കാലുകൾക്ക് വളരെ വലുതായിരിക്കുന്നു. ഒരു കാലത്ത് ഗാംഭീര്യമുണ്ടായിരുന്ന അവൻ്റെ ശബ്ദം മാറി കുട്ടികളുടേതുപോലെ നേർത്തതും വിറയ്ക്കുന്നതുമായ ശബ്ദമായി മാറുന്നു. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ ദാറ്റ് എൻഡ്സ് this strange eventful history is second childishness and mere oblivion, sans teeth, sans eyes, sans taste, sans everything. ജീവിതമെന്ന ഈ വിചിത്രവും സംഭവബഹുലവുമായ കഥയുടെ അവസാനത്തെ രംഗം രണ്ടാമതൊരു ബാല്യകാലമാണ്. അതായത് പൂർണ്ണമായ വിസ്മൃതിയിലേക്ക്, ഓർമ്മശക്തി നഷ്ടപ്പെടുന്നൊരവസ്ഥ മനുഷ്യൻ എത്തിച്ചേരുന്നു. ഈ അവസ്ഥയിൽ പല്ലുകൾ, കാഴ്ചശക്തി, രുചിയറിയാനുള്ള കഴിവ്, അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട് അവൻ തികച്ചും നിസ്സഹായനായി മാറുന്നു. മനുഷ്യജീവിതത്തിൻ്റെ പ്രൗഢിയും
അത് കാലക്രമേണ നഷ്ടപ്പെടുന്ന രീതിയും ഒടുവിൽ എല്ലാവരും എത്തിച്ചേരുന്ന നിസ്സഹായാവസ്ഥയും വളരെ അർത്ഥവത്തായി ഷേക്സ്പിയർ ഈ കവിതയിൽ വരച്ചു കാട്ടുന്നു. കവിത എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.